അതുതന്നെ ഒടുവിൽ ആ പ്രതീക്ഷയും നഷ്ടമായി. CPM ഇനി എങ്ങനെ ജയിക്കും? കഴിഞ്ഞ കുറേ കാലമായി CPM നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, അത് സംഘപരിവാറിനെതിരെ എന്ന മട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, അതിൽ ചാമ്പ്യന്മാരാകാൻ, സംഘപരിവാറിനെതിരെ ചാമ്പ്യന്മാരായി പോരാട്ടത്തിൽ ചാമ്പ്യന്മാരായി നിന്നുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സംഘടിപ്പിക്കാനുള്ള നീക്കങ്ങൾ കുറേ കാലമായി നടക്കുകയാണ്. ഇതാ ഏറ്റവും ഒടുവിൽ CAA വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ നിമിഷ നേരം കൊണ്ടാണ് CPM അത് 5 ഇടങ്ങളിൽ മഹാസമ്മേളനങ്ങൾ, സദസ്സുകൾ നടത്തിയത്. പ്രത്യേകിച്ച് സമസ്ത ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് നടത്തിയൊരു സമ്മേളനം. അതിൻ്റെ പല നേതാക്കളും ഒന്നിച്ച് വേദിയിലെത്തി എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ CAA കേരളം നടപ്പാകില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് ശക്തമായി വ്യക്തമാക്കിയതിന് പിന്നാലെ 5 സമ്മേളനങ്ങൾ. അതും ശ്രദ്ധിക്കണം, ഒരുപക്ഷെ ഈ ജനവിഭാഗങ്ങൾ, മുസ്ലിം ജനവിഭാഗങ്ങൾ ആശങ്കയോടെ കാണുന്ന CAA അവർ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന വടക്കൻ ജില്ലകളിൽ, അതായത് കാസർഗോഡ്, കണ്ണൂർ, ഒപ്പം തന്നെ മലപ്പുറം, കോഴിക്കോട്, ഈ 4 ജില്ലകളിലും പിന്നെ പേരിന് കൊല്ലത്തും നടത്തിയത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം CPM-നുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ലക്ഷ്യം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെ 20 ലോക്സഭാ സീറ്റിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് CPM-ന് ജയിക്കാനായത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കാട്ടിൽ ഒരു സീറ്റെങ്കിലും കൂടുതൽ ലഭിച്ചാൽ CPM-ന് ആശ്വസിക്കാൻ കഴിയും. ഒരു സീറ്റല്ല, 5ഓ 6ഓ സീറ്റ് CPM പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പല നീക്കങ്ങളുമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ബസ്സിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം യാത്ര ചെയ്ത് നടത്തിയ നവകേരള സദസ്സ് CPM-ൻ്റെ ആദ്യത്തെ സർക്കാർ ചെലവിൽ നടത്തിയ പാർട്ടി പരിപാടിയായിരുന്നു എന്ന് കേരളം വിലയിരുത്തിയതാണ്. അതിനുശേഷം ഇതാ CAA സമരം നടത്തുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രചരണം തുടങ്ങുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഈ CAA സമരമെല്ലാം നടത്തി ഇത്തരം മലബാറിലടക്കം പല മേഖലകളിലും, കോഴിക്കോട്, കാസർഗോഡ്, ഇപ്പോൾ മലപ്പുറത്ത് പൊന്നാനി സീറ്റ്, പ്രത്യേകിച്ച് ഹംസ എന്ന പഴയ ലീഗ് നേതാവിനെ, സമസ്തയുമായി അടുപ്പുള്ള നേതാവിനെ കൊണ്ടുവന്ന് ആ സീറ്റ് ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള വലിയ അക്ഷീണമായ ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് എല്ലാം തവിടുപൊടിയായത്. എങ്ങനെയാണ് തവിടുപൊടിയായതെന്നല്ലേ ഇനി കേൾക്കുക. അതിലേറ്റവും അവസാനത്തെ തിരിച്ചറിവ് വന്നത് അങ്ങ് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസ്, അത് മദ്രസാധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ 3 RSS പ്രവർത്തകർ ചേർന്ന് മതവിദ്വേഷത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. 2017 നടന്ന സംഭവമാണ് ഇത്. ഇതിൽ കഴിഞ്ഞ ദിവസം കാസർഗോഡ് കോടതി വിധി വന്നു. കേരളമാകെ ഞെട്ടലോടെ, കാരണം കഴിഞ്ഞ 7 വർഷമായി ജയിലിൽ മാത്രം കിടന്നിരുന്ന പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ റിയാസ് മൗലവിയുടെ ഭാര്യ അടക്കം കോടതിയിൽ പൊട്ടിക്കരിയുന്ന സാഹചര്യം ഉണ്ടായി. മുസ്ലിം സംഘടനകളടക്കം രംഗത്ത് വന്നു. ആദ്യഘട്ടത്തിൽ CPM ഒക്കെ ഇത് കോടതിയുടെ ഒരു വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്നുവെച്ചാൽ ജഡ്ജിമെൻറ്റിലെ പിഴവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് വളരെ പെട്ടെന്ന് തന്നെ നിയമമന്ത്രി P. രാജീവ് മാധ്യമങ്ങളെ കണ്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ പ്രശ്നത്തിൽ ഒരു കുഴപ്പവുമില്ല, ഞങ്ങളിതാ വീണ്ടും ശക്തമായി തന്നെ ഉണ്ട് എന്ന് വരുത്താനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ തൊട്ട് പിന്നാലെ ആ കേസിൻ്റെ വിധിപ്പകർപ്പ് പുറത്തു വന്നു. വളരെ കൃത്യമായി പ്രോസിക്യൂഷനെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്നതായിരുന്നു ആ ഒരു കുറ്റപത്രം. അതായത് എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രോസിക്യൂഷന് വീഴ്ച വന്നത്, എന്തൊക്കെ കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നു. ഈ റിയാസ് മൗലവിയുടെ ഫോണോ അവിടെ നിന്ന് കിട്ടിയ ഒരു സാധനവും പരിശോധിച്ചില്ല, വ്യക്തമായ DNA പരിശോധനകൾ നടത്തിയില്ല. ഇങ്ങനെയൊക്കെ അക്കം എണ്ണി നിരത്തിക്കൊണ്ട് ഇതിൽ വിധിപ്പകർപ്പ് വന്നതോടെ CPM പ്രതിക്കൂട്ടിലായി. ഇതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ, സമീപകാലത്തൊന്നും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല, നവകേരള സദസ്സിന് ശേഷം ഒരുപക്ഷെ ഒരു തവണ എങ്ങാണ്ട് വാർത്താ സമ്മേളനം നടത്തി. അതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന്, കാരണം ഈ വിഭാഗത്തെ ഒന്ന് തണുപ്പിച്ച് നിർത്തേണ്ടതും ഒപ്പം നിർത്തേണ്ടതിനുമുള്ള ശ്രമമാണ് കുറേ കാലമായി, അതിനാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് ഒടുവിൽ തവിടുപൊടിയാകുമോ എന്ന് കണ്ടുകൊണ്ട് അവർ രംഗത്ത് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയുണ്ട്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇതിനെതിരെ പോലീസിനും ഒപ്പം തന്നെ പ്രോസിക്യൂഷനുമെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടൊരു മുഖപത്രം വന്നു ഇന്ന്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വിശദീകരിച്ചത്. വീഴ്ച പറ്റിയിട്ടില്ല, അതായത് അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. പക്ഷേ
ഇതിനുശേഷം റിയാസ് മൗലവിയുടെ സഹോദരനടക്കം വീണ്ടും മാധ്യമങ്ങളെ കണ്ട് പോലീസിനെതിരെ തന്നെ കൃത്യമായി കുറ്റപ്പെടുത്തുന്ന നിലപാട് വന്നു. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി സമസ്തയെ ഒപ്പം നിർത്താൻ, സമസ്ത ലീഗ് പ്രശ്നങ്ങളിൽ സമസ്തയെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരുന്നത്. ഈ CAA വിരുദ്ധ സമരങ്ങളിലൊക്കെ സമസ്ത നേതാക്കളെ കൊണ്ടുവരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി അതെല്ലാം പൊളിഞ്ഞ് പാളീസായ അവസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് CPM RSS ബന്ധം ഇതിലുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു ആരോപണം വന്നത്. ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു കേസിലൊരു വിധി വന്നതോടുകൂടി പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെട്ടു എന്ന് കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറഞ്ഞത് CPMനുണ്ടായ ഒന്നാമത്തെ, അതായത് ഇതുവരെ വെള്ളം കോരിയതെല്ലാം ഒഴുകിപ്പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ്, ഇതേപോലെ തന്നെയാണ് പല മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമുള്ള, പ്രത്യേകിച്ച് മലബാറിലൊക്കെ പല മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമുള്ള ശക്തിയാണ് SDPI. ഈ SDPI വോട്ടുകൾക്കൊന്നും CPM അങ്ങനെ പരസ്യമായിട്ടൊന്നും നിന്നിട്ടില്ല. കഴിഞ്ഞ തവണ പൂഞ്ഞാറിൽ മറ്റും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന് അനുകൂലമായ നിലപാടൊക്കെ SDPI സ്വീകരിച്ചിരുന്നു. അങ്ങനെ പല മണ്ഡലങ്ങളിലും സ്വീകരിക്കുകയും SDPI ഏതാണ്ട് CPMനൊപ്പം പല മണ്ഡലങ്ങളിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. SDPI വോട്ട് ഒരു തീവ്രവാദ വോട്ട് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഈ വിഭാഗങ്ങൾ, ഇടത് വലത് മുന്നണികൾ അവരുടെ പ്രത്യക്ഷ പിന്തുണ നേരിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. അവർ ഒരല്പം മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ നിരോധനം ഒക്കെ വന്നതിന് ശേഷം അത് കുറച്ചുകൂടി ശക്തമായി നിൽക്കുകയാണ്. അതേ SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഇന്ന് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കി. തങ്ങളുടെ പിന്തുണ ഇത്തവണ UDFനാണ് എന്നുള്ളതാണ്. അതായത് SDPIയുടെ വോട്ടുകൾ കൃത്യമായ വോട്ടുകളാണ്. അതായത് ഒരു മണ്ഡലത്തിൽ അവർക്ക് എത്ര വോട്ടുണ്ടോ അവരത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പകരം ആ വോട്ടുകൾ ഇതാ നേരെ UDFന് കൊടുക്കുന്നു എന്നും അവർ വ്യക്തമാക്കുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകൾ കൃത്യമായി വീഴും എന്നുള്ളത് തന്നെയാണ് SDPയെ പോലെ ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നിലപാട്. അവരുടെ അതിശക്തമായ പല തീവ്ര നിലപാടുകളും കേരളം ചർച്ച ചെയ്യുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് SDPയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായില്ല. ഞങ്ങൾ ആരുടെയും പിന്തുണ തേടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. ഫലത്തിൽ ഈ വോട്ടുകളും CPM പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതും ഫലത്തിൽ ഇല്ലാതായിപ്പോയി. അതിനൊരു കാരണം കൂടിയുള്ളത്, ആലപ്പുഴ ഷാൻ വധക്കേസിൽ പ്രതികളായ 15 പേർക്കും വധശിക്ഷ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ SDPI പ്രവർത്തകർക്കെല്ലാം വധശിക്ഷ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. തൊട്ടിപ്പുറത്ത് ഷാൻ വധക്കേസിലെ വിചാരണയും പ്രോസിക്യൂഷനെ വെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന് സർക്കാരിനോടൊരൽപ്പം നീരസം നേരത്തെ തന്നെ SDPIക്ക് ഉണ്ടായിരുന്നു. അതായത് പലതരത്തിൽ ഇവർ പ്രതീക്ഷിച്ചിരുന്ന മുസ്ലിം വോട്ടുകൾ, ആ വോട്ട് ബാങ്ക് ഫലത്തിൽ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്കാണ് ഏറ്റവും ഒടുവിൽ കാര്യം എത്തിയിരിക്കുന്നത് എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും. ഒന്ന്, ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതിനെ മറികടക്കാനായിരുന്നു സംഘടിത വോട്ട് ബാങ്കുകൾ അവരെ സ്വാധീനിച്ച് അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് ചില മണ്ഡലങ്ങളിൽ ഒന്ന് പിടിച്ചു നിന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിനെ വീണ്ടും ഒരിക്കൽ കൂടി തറപറ്റിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നവർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നീക്കം നടന്നത്. ആ പ്രതീക്ഷകളെല്ലാമാണ് ഫലത്തിൽ ആസ്ഥാനത്തായിരിക്കുന്നത് എന്ന് വേണം കൃത്യമായി പറയാൻ. ഇപ്പോൾ പല നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത് പ്രധാനമാണ്. ഇപ്പോൾ ഈരാറ്റുപേട്ട പോലുള്ള മേഖലകളിൽ അവിടെ SDPIക്ക് നിരവധി കൗൺസിലർമാരുണ്ട്. ആ വോട്ട് ബാങ്ക് തന്നെ അതിശക്തമാണ്. അത്തരം പല പോക്കറ്റുകളിലുള്ള വോട്ടുകൾ ഒരുമിച്ച് UDFിലേക്ക് പോകുന്നു എന്നുള്ളത് തീർച്ചയായും രണ്ടാമത്തെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും SDPIയുടെ പരസ്യമായിട്ടുള്ള UDF അനുകൂല നിലപാട് വരും ദിവസങ്ങളിൽ ആയുധമാക്കാൻ തന്നെ ആയിരിക്കും CPMൻ്റെ നിലപാട്. അതായത് മത തീവ്രവാദ ശക്തികളുമായി കൂടുകയാണ് UDF എന്ന ആരോപണം CPM സ്വാഭാവികമായും ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം നിലപാടുകൾ കൂടുതൽ ശക്തമാക്കി മതേതര വോട്ടുകളെയൊക്കെ, അതായത് ഓരോ സമയത്തും CPMന് ഓരോ രാഷ്ട്രീയമാണ്. ഇതിപ്പോൾ CPMനെ മാത്രം നമ്മൾ പറയുന്നതിൽ അർത്ഥം. ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് BJPയുടെ ശ്രമം. കഴിഞ്ഞ കുറേ കാലമായി ക്രൈസ്തവ വോട്ടുകൾ അവരിലേക്ക് അടുപ്പിക്കാനുള്ള അതിശക്തമായ നീക്കങ്ങളായിരുന്നു ഇപ്പുറത്തെ BJP നടത്തിയത്. കോൺഗ്രസും ഓരോ കാലത്തും മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിൽ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, ഈ രണ്ട് വോട്ടുകളും കൂടുതൽ സംഘടിതമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്കിന് വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾ മുട്ടയിലെഴയാനും തയ്യാറാകുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും
കാലങ്ങളായി കണ്ടുവരാറുള്ളത്. ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘപരിവാറാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് സംഘപരിവാർ വിരുദ്ധ നിലപാടെടുക്കുകയും അതുവഴി ഭയത്തിലായി നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ നേടുകയും എന്ന തന്ത്രമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM നടത്തി വന്നിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളെല്ലാം സർക്കാരിനെതിരെ വലിയ വികാരമായി നിൽക്കുമ്പോൾ ഇനി CPM എങ്ങനെ ജയിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഈ ഒരു വീഡിയോയോട്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ഡിസ്ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പോലെ. അതുകൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും താല്പര്യപ്പെടുന്നു. നന്ദി.